അന്നത്തെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിലുള്ള പങ്ക് മാത്രമേ എനിക്കുള്ളൂ. മറ്റൊരു പങ്കുമില്ലെന്ന് പൊതുസമൂഹത്തിന് നല്ല ബോധ്യമായിട്ടുണ്ട്. കാരണം അന്വേഷിക്കുന്നത് പിണറായി വിജയൻ്റെ പോലീസല്ല, അന്വേഷിക്കുന്നത് ഹൈക്കോടതിയുടെ പോലീസാണ്. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷ എങ്ങനെയാണ്? കാരണം ഈ 2 ടേം വ്യവസ്ഥയൊക്കെ പാർട്ടി മാറ്റിവെച്ചതിൻ്റെ പ്രധാന കാരണം ഈ 2 തവണയും വോട്ട് ഷെയർ ഉയർത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 2021 കാലഘട്ടത്തിൽ ഉയർത്തിയ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 10 മടങ്ങായിട്ട് ഉയർത്താൻ സാധിച്ചതാണ്. അപ്പോൾ ഇത്തവണ ആ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാകുമോ? എനിക്ക് ജനങ്ങൾ നല്ല വിശ്വാസമാണുള്ളത്. കള്ളപ്രചരണങ്ങൾ കൊണ്ടൊന്നും ആളുകളുടെ മനസ്സൊന്നും മാറ്റിയെടുക്കാനൊന്നും പറ്റുകയില്ല. അവർ എന്നെ കാണുന്നുണ്ട്. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളും എന്നെ കാണുന്നവരാണ്. അവരുടെ സന്താപത്തിലും സന്തോഷത്തിലൊക്കെ ഞാൻ എപ്പോഴും അവരുടെ കൂടെയുണ്ട്. അവർക്കറിയാം. പൊതുവായിട്ടുള്ള ട്രെൻഡ് എങ്ങനെയാണ്? ഇടതിന് അനുകൂലമാണോ? തിരുവനന്തപുരത്തിൻ്റെ ട്രെൻഡ് ഇടതിന് അനുകൂലമാണ്. ഏത് മണ്ഡലം വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്ക്. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുക, ഇപ്രാവശ്യം 14 മണ്ഡലവും നമുക്ക് കിട്ടുമെന്നുള്ളത്. നേരത്തെ കോവളം നഷ്ടപ്പെടുന്നു. ഇപ്പോൾ നല്ലൊരു കാൻഡിഡേറ്റ് രംഗത്ത് വന്നിട്ടുണ്ട്. കാൻഡിഡേറ്റിന് നല്ല സ്വീകാര്യത കിട്ടുന്നുണ്ട്. അയാൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവിടവും കിട്ടും. അങ്ങനെ 13 മണ്ഡലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ 13 മണ്ഡലത്തിലും LDFൻ്റെ സ്ഥാനാർത്ഥി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എതിർകക്ഷികൾ പല രീതിയിലൊക്കെ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടു, ശബരിമല വിഷയമൊക്കെയാണ് എടുത്തുന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അവർക്ക് പറയാൻ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ശബരിമല പറയും, പിന്നെ നാട്ടിൽ കുരുക്കാത്ത നുണകൾ പറയും. അതൊക്കെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിപ്പോൾ തുടങ്ങിയതല്ല. കഴിഞ്ഞ 4-5 മാസക്കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ശബരിമലയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയെ സംബന്ധിച്ച് അതിൻ്റെ അന്വേഷണം നന്നായിട്ട് നടക്കുന്നുണ്ട്. കുറ്റവാളികൾ ആരായിരുന്നാലും ശരി, അവരകത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിലൊന്നും അന്നത്തെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിലുള്ള പങ്ക് മാത്രമേ എനിക്കുള്ളൂ. മറ്റൊരു പങ്കുമില്ലെന്ന് പൊതുസമൂഹത്തിനൊന്നും നല്ല ബോധ്യമായിട്ടുണ്ട്. കാരണം അന്വേഷിക്കുന്നത് പിണറായി വിജയൻ്റെ പോലീസല്ല, അന്വേഷിക്കുന്നത് ഹൈക്കോടതിയുടെ പോലീസാണ്. അപ്പോൾ അതും പറയാൻ വേണ്ടി പറ്റില്ല. ഹൈക്കോടതിയുടെ നിർണായകമായിട്ടുള്ള നിരീക്ഷണത്തിൽ അവരോട് റിപ്പോർട്ട് ചെയ്ത് ഇന്നലെയും വാർത്തയുണ്ടായിരുന്നു, റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് റിപ്പോർട്ടാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, വളരെ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു. അന്വേഷണത്തിൽ നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ആരിലേക്കുമെങ്കിലും അന്വേഷണം എത്തുമ്പോഴത്തേക്ക് മുറവിളി കിട്ടി മറ്റു തരത്തിലെ അന്വേഷണത്തെ ഗതിമാറ്റാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ അടുത്ത കാലത്ത് നടന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാനതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നില്ല. പറയേണ്ട ഏതെങ്കിലും ഘട്ടം വരുമ്പോൾ നമുക്കത് പറയാം. അന്വേഷണം ചില ഭാഗത്തേക്ക് തിരിയുമ്പോൾ മുറവിളി കൂട്ടുകയാണ്. അതിൻ്റെ ആവശ്യം എന്താ? അന്വേഷണം സത്യസന്ധമായിട്ട് നടക്കട്ടെ. അതൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിലൊന്നും എനിക്ക് യാതൊരു ആശങ്കയുമില്ല. ആളുകൾക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. എന്തായാലും കഴക്കൂട്ടത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്കൊരു തുടർച്ചയുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ 2021 മൃഗീയ ഭൂരിപക്ഷം അത് ഇത്തവണ അതിലും കൂടുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.